ഉറയാം പാറയിൽ ഞാൻ ഉല്ലസിക്കും. ദർശനത്തിനൊരവധിയുണ്ട്, അതു വരും സമയമിനി അധികമില്ല. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനായവൻ ഉന്നതികളിലെന്നെ നടത്തിയിടുമേ. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനായവൻ ഉന്നതികളിലെന്നെ നടത്തിയിടുമേ. ആമേൻ. ഹല്ലേലൂയ. വാക്കു പറഞ്ഞ ദൈവം, വിശ്വസ്തനായ ദൈവം, ഉന്നതകളിൽ നമ്മെ നടത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവചനത്തിൽ നാം ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ തന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും ഒരുപാട് ദുരിതങ്ങൾ കൂടി എല്ലാം കടന്നുപോയി. ജീവിതത്തിലെല്ലാം നഷ്ടങ്ങൾ, നോക്കുന്നിടത്തെല്ലാം നഷ്ടങ്ങൾ, നോക്കുന്നിടത്തെല്ലാം പരാജയങ്ങൾ. എന്നാൽ തന്റെ പരാജയങ്ങളിലേക്ക് നോക്കി പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. അതെ, കഷ്ടങ്ങളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന പ്രിയ ദൈവവിതലേ, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി, രോഗത്തിന്റെ തിക്താനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവവിതലേ, ഇവിടെ പ്രവാചകൻ പറഞ്ഞതുപോലെ അത്തിവൃക്ഷം തളിർക്കയില്ല. അതെ, പ്രവാചകൻ ഒരുപാട് കൃഷികൾ ചെയ്തു നോക്കി. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അഭിവൃദ്ധി വരട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അത്തിവൃക്ഷം നട്ടു. അത്തി നട്ട് അങ്ങനെ ഒരു കൃഷി ചെയ്തു നോക്കി. എന്നാൽ അത്തിവൃക്ഷം തളിർത്തതേയില്ല. വീണ്ടും സാരമില്ല, അത്തിവൃക്ഷം പോയെങ്കിൽ പോകട്ടെ, മുന്തിരിവള്ളി നടാമെന്ന് വിചാരിച്ചു. എന്നാൽ മുന്തിരി നട്ടു, അത് വളർന്നു വലുതാകുന്നത് കണ്ടു. പക്ഷേ അതിൽ നിന്ന് ഒരു ഫലവും ഉണ്ടായില്ല, അനുഭവം ഉണ്ടാകുകയില്ല. വീണ്ടും മുന്തിരിവള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒലിവ് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. ഒലിവ് മരത്തിന് വേണ്ടി ചെയ്തതായ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായി പോയി. നിലത്ത് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നിലങ്ങൾ ഒരാഹാരവും വിളയിച്ചതേയില്ല. എന്നാൽ കൃഷിയെല്ലാം നിർത്തിയിട്ട് ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാമെന്ന് വിചാരിച്ചു, ആട്ടിൻകൂട്ടത്തെ വളർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. വേണ്ട, കന്നുകാലികളെ വളർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ എല്ലാം പരാജയങ്ങളാണ്, എല്ലാം പ്രതികൂലങ്ങളാണ്. പ്രിയപ്പെട്ട മകനെ, പ്രിയ മകളെ, നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി, പ്രതിസന്ധികളിലേക്ക് തിരിഞ്ഞു നോക്കി നീ നെടുവീർപ്പിട്ട് കഴിയുകയാണോ? നോക്കുന്നിടത്തെല്ലാം പരാജയം. നല്ലൊരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു, ബിസിനസ്സിൽ പരാജയം. നല്ലൊരു ഭവനം വെക്കാമെന്ന് വിചാരിച്ചു, ലോൺ എടുത്തു. പക്ഷേ അതും പരാജയം. അതും പാതി വഴിയിലെത്തി മുടങ്ങിക്കിടക്കുന്നു. എടുത്ത ലോൺ അടയ്ക്കുവാൻ മാർഗമില്ല. ഇല്ല, ഈ കടങ്ങളെല്ലാം സാരമില്ല, നല്ല മക്കളുണ്ടല്ലോ, നല്ല കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ അവർ ഒരു സഹായമാകുമല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ താന്തോന്നികളായി പോകുന്നു. അവർ അപ്പൻ്റെയോ അമ്മയുടെയോ ഇഷ്ടമനുസരിച്ച് ജീവിക്കാതെ അവർക്ക് തോന്നിയ വഴിക്ക് ജീവിക്കുന്നു. അല്ല, ഒരുപക്ഷെ നല്ല കുഞ്ഞുങ്ങളായിരുന്നു, പക്ഷേ ഇതാ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞിന് തീരാരോഗം ബാധിച്ചിരിക്കുന്നു. ഇല്ല, എങ്ങനെയെങ്കിലും ആരോഗ്യത്തോടെ ജോലി ചെയ്ത് എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്താണെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴിതാ ഒരു മാറാ രോഗം പിടിപെട്ടിരിക്കുന്നു. ഇല്ല, ഇനി ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴിതാ കഠിനമായ ഒരു വേർപാട് ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഒരുപക്ഷെ ഭാര്യ വേർപെട്ടു പോയതായിരിക്കാം, ഭർത്താവ് വേർപെട്ടു പോയതായിരിക്കാം, നനച്ചിരിയാതെ പോറ്റി പുലർത്തി കൊണ്ടുവന്നതായ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. ഒറ്റപ്പെട്ടു പോയതായ സാഹചര്യങ്ങൾ. നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, നല്ലൊരു ജോലിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്, അപ്പോയിൻമെന്റ് ഓർഡർ കയ്യിൽ വന്നതാണ്. എന്നാൽ അപ്പോയിൻമെന്റ് ഓർഡർ കയ്യിലെടുത്ത് ആ ജോലിയിൽ പ്രവേശിച്ചതാണ്. പക്ഷെ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ ജോലിയിലെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്.
അതിൻ്റെ ബോസ് വളരെയധികം ചീത്ത സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ആ ജോലി ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോരേണ്ടി വന്നു. ഇങ്ങനെ പല തരത്തിലുള്ള ഏതെല്ലാം രീതിയിൽ നോക്കിയിട്ടും ഒന്നിലും ഒരു കരകയറ്റം കാണുന്നില്ല. വളരെ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്നതായ പണം ഏതിലെയാണ് ചോർന്നു പോകുന്നതെന്ന് അറിയുന്നില്ല. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ കൂലിക്കാരൻ തൻ്റെ ഓട്ടസഞ്ചിയിൽ കൂലി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കൈകളിലേക്ക് വരുന്നതായ പണം എവിടെയോ ചോർന്ന് പോവുകയാണ്. ഒന്നിനും തികയുന്നില്ല, ഒന്നിനും മതിയാവുന്നില്ല, നല്ലൊരു ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല. അത് എപ്പോഴും സങ്കടം, എപ്പോഴും പ്രയാസം, എപ്പോഴും കഷ്ടപ്പാട്, ദുരിതം. ജനിച്ച നാൾ മുതൽ കഷ്ടത്തിൽ വലയുന്ന പ്രിയപ്പെട്ട മകനെ, പ്രിയ മകളെ, നീ യേശുവിങ്കിലേക്ക് കടന്നു വരൂ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അത്തിവർഷം തളിർത്തില്ലെങ്കിലും, അതെ, ഗോശാലകൾ കന്നുകാലി ഉണ്ടായില്ലെങ്കിലും, ആട്ടിൻകൂട്ടം നശിച്ചു പോയാലും, ഒലിവ് വൃക്ഷം അതിന്റെ പ്രയത്നഫലം തന്നില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായില്ലെങ്കിലും, പ്രവാചകൻ ഉറപ്പോടെ പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അതെ, എനിക്കൊരു രക്ഷകനുണ്ടല്ലോ, എനിക്കൊരു നല്ല കർത്താവുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്ന ഒരു ഉടയവനുണ്ടല്ലോ. ഇന്ന് ഈ ഭൂമിയിൽ എനിക്ക് പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും എനിക്കെല്ലാം അനുകൂലമായി തീരുന്ന ഒരു നല്ല ദിവസമുണ്ടല്ലോ, എന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇന്ന് ഞാൻ മാന്യത ഇല്ലാത്തവളെങ്കിലും, അതെ, ഇന്ന് ഞാൻ അപമാനിക്കപ്പെടുന്നുവെങ്കിലും എന്നെ മാനിക്കുന്ന ഒരു കർത്താവ്, വീണ്ടും വരുന്ന ഒരു കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, എൻ്റെ കണ്ണുനീരെല്ലാം തൻ്റെ തുരുത്തിയിലാക്കി സൂക്ഷിക്കുന്ന കർത്താവ്, എന്നെ സ്നേഹിക്കുകയും എന്നെ മാനിക്കുകയും എന്നെ വാത്സല്യിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാവിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഈ പ്രതികൂലങ്ങൾ കണ്ട് ഞാൻ തളർന്നു പോവുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉച്ചസ്ഥരം വിളിച്ച് ഘോഷിക്കും. എൻ്റെ ദൈവം നല്ലവനെന്ന് ഉറക്കെ പറയും. എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുപോവുകയല്ല, അവനോട് ചേർന്ന് നടക്കും, അവനോട് ചേർന്ന് വസിക്കും. എൻ്റെ ദൈവം നല്ലവനാണെന്ന് എന്നെ കാണുന്നവരോടെല്ലാം ഞാൻ സാക്ഷിക്കും. എൻ്റെ കർത്താവ് മതിയായവനാണെന്ന്. അതെ, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേലെ എന്നെ നടക്കുമാറാക്കുന്നു. ജീവിതത്തിലേക്ക് നോക്കിയാൽ മുഴുവൻ പ്രതികൂലങ്ങളാണ്. എന്നാൽ ആ പ്രതികൂലങ്ങളിലും പ്രവാചകൻ അത്ഭുതകരമായ ദൈവത്തിന്റെ സ്നേഹം കണ്ടു. ദൈവത്തിന്റെ സ്നേഹം കണ്ട് പ്രവാചകൻ സന്തോഷത്തോടെ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, ആ ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ നാം പ്രകാരമാണ് വായിക്കുന്നത്. ഇത്രയേറെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച അത് ദൈവത്തിൽ ഒരു സ്വർഗീയ ദർശനം കണ്ടിരിക്കുന്നു. യഹോവ പ്രവാചകനോട് ഇപ്രകാരം അരുളിച്ചെയ്യാണ്, യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം. അതെ, പ്രിയ ദൈവവേദനേ, പ്രിയ മകനെ, പ്രിയ മകളെ, നിനക്കൊരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടോ? നിനക്ക് വേണ്ടി ദർശനത്തിന് ഒരവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. അതെ, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. ജീവനുള്ള ദൈവം തന്നെ പ്രവാചകനോട് പറയുകയാണ്, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. നമ്മുടെ താമസങ്ങളൊന്നും താമസങ്ങളല്ല. ജീവനുള്ള ദൈവം താമസമിന നമ്മുടെ ജീവിതത്തിൽ തരുമെന്ന് പറഞ്ഞിട്ടുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും തരുവാൻ മതിയായവരാണ്. ഈ നല്ല കർത്താവിൽ നമുക്ക് വിശ്വസിച്ചുറയ്ക്കാം. കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. അതെ, നമ്മെ തള്ളിക്കളയാതെ നമ്മെ മാനിക്കുന്ന ആ നല്ല ദിവസത്തിനായി നമ്മുടെ കർത്താവിനോട് ചേർന്ന് വസിക്കാം, ചേർന്ന് നടക്കാം. സ്നേഹമുള്ള കർത്താവിന്റെ അരികിലേക്ക് ചേർന്ന് അതെ, ആ കർത്താവിന്റെ സ്നേഹത്തിൽ വസിച്ച് അക്കരെ നാട്ടിലേക്ക് പറന്നു പോകുവാൻ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധിയിൽ ഒരുക്കാം. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ.